മുഖ്യമന്ത്രി കലോത്സവ വേദിയിലേക്ക് സന്ദർശനം നടത്തുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് കലോത്സവ വേദിയിൽ സന്ദർശനം നടത്തുമെന്ന് രാവിലെ തന്നെ മാധ്യമപ്രവർത്തകർക്കും മറ്റും അറിയാമായിരുന്നു. അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്തതാണ്. കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപരിപാടി. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കുട്ടികളും രക്ഷിതാക്കളും വരുന്ന പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരി സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുമുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിൽ മുഖ്യമന്ത്രി എത്തും. നേരിട്ട് സന്ദർശിക്കുമെന്ന് രാവിലെ മുതൽ തന്നെ സർക്കാർ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട വേദിയിലായിരിക്കും അദ്ദേഹം എത്തുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് വി എസ് അനു കൂടെ നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വി എസ് അനു, എവിടേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്? കുറേ നേരം ഉണ്ടാകുമോ മുഖ്യമന്ത്രി കലോത്സവ വേദിയിൽ? സനീഷ്, ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തെ ഒട്ടുപുരയിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ സംഘം തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. മേയർ ഒക്കെ ഒപ്പമുണ്ട്. മുഖ്യമന്ത്രി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു കലോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട വേദിയിലാണ് അദ്ദേഹം ഉള്ളത്. അവിടെ കുട്ടികളെയും രക്ഷിതാക്കളെയും മറ്റും കണ്ട് ഈ പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്ന ഇടങ്ങളിലേക്ക് മുഖ്യമന്ത്രി പോകും. എന്തായാലും സന്ദർശനം അധികം നേരം നീളില്ല, പക്ഷേ എങ്കിലും കുറച്ച് സമയമെടുത്ത് തന്നെ കലോത്സവ നഗരിയിൽ സന്ദർശനം നടത്താനാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. സുജിത് ചന്ദ്രൻ അവിടെ വിവരങ്ങളുമായി ചെയ്യുന്നു. സുജിത്ത്, കുറച്ച് നേരം ഉണ്ടാകുമോ അദ്ദേഹം അവിടെ? തിരക്കുണ്ടാക്കരുത്, ദയവ് ചെയ്ത് തിരക്കുണ്ടാക്കരുത്, ദയവ് ചെയ്ത് തിരക്കുണ്ടാക്കരുത്. ദയവ് ചെയ്ത് മാധ്യമ സുഹൃത്തുക്കൾ സഹകരിക്കണം. ദയവ് ചെയ്ത് മാധ്യമ സുഹൃത്തുക്കൾ പോകാനുള്ള വഴിയൊരുക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. തിരക്കുണ്ടാക്കരുത്, ഓണത്തിൽ സൈഡിൽ നിൽക്കരുത്.
കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഭക്ഷണപ്പുരയിലേക്ക് എത്തിച്ചേരുന്നത്. അതിനുള്ള സൗകര്യം, കുട്ടികളെ കാണാനുള്ള സൗകര്യം എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികളെ കാണാനുള്ള സൗകര്യം എല്ലാ വിഭാഗം ജനങ്ങളും സ്വയം നിയന്ത്രിച്ച് ആത്മനിയന്ത്രണം ഉണ്ടാക്കിക്കൊണ്ട് ചെയ്തു കൊടുക്കണം. മാധ്യമപ്രവർത്തകർ ദയവ് ചെയ്ത് അവർക്ക് സഹകരിക്കണം. മാധ്യമപ്രവർത്തകർ ദയവ് ചെയ്ത് സഹകരിക്കണം. മാധ്യമപ്രവർത്തകർ ദയവ് ചെയ്ത് സഹകരിച്ച് അദ്ദേഹത്തിന് പോകാനുള്ള വഴിയൊരുക്കി കൊടുക്കണം. എല്ലാവരും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കുട്ടികളെ കാണുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വോളണ്ടിയേഴ്സും ഉള്ളിലേക്ക് കയറി നിൽക്കണം. ദയവ് ചെയ്ത വോളണ്ടിയേഴ്സ്, ഭക്ഷണപ്രകാരമുള്ള വോളണ്ടിയേഴ്സും ഉള്ളിലേക്ക് കയറി നിൽക്കണം. മൈക്ക് തരാൻ പറ്റും കേട്ടോ. അപ്പുറത്ത് ദയവ് ചെയ്ത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് പോകാനുള്ള വഴി എല്ലാവരും ചേർന്ന് ഒരുക്കി കൊടുക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി കലോത്സവ ഭക്ഷണപ്പുരയിലേക്ക് സന്ദർശിക്കുന്നത്. ദയവ് ചെയ്ത് മാധ്യമപ്രവർത്തകർ സഹകരിക്കണം. മറ്റുള്ളവർ കൂടെ പോകുന്നത് മുഖ്യമന്ത്രിയുടെ പിറകെ ഈ യാത്ര ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് ഈ കുട്ടികളും രക്ഷാപിതാക്കളും അവിടെ നിൽക്കണം. പുറകെ പോകുന്ന ആളുകൾ അവിടെ നിൽക്കണം. നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമേ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാവൂ. നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമേ അദ്ദേഹത്തോട് സഞ്ചരിക്കാവൂ. ദയവ് ചെയ്ത് സഹകരിക്കണം. കുട്ടികളെ ഒന്ന് കൈ കൊടുക്കാം. ഒന്ന് കൈ കൊടുക്കാം. അവിടെ നിന്നാണ് കുട്ടികളെ കാലി ഔട്ടല്ലോ. ചേട്ടാ